Hi guys, welcome back to Car Garage. Car Garage എന്ന് വന്നിരിക്കുന്നത് ഗാരേജ് വ്ളോഗും അതേപോലെ തന്നെ നമുക്കൊരു ഇൻറ്റീരിയർ ഫുള്ള് റീസ്റ്റോറേഷൻ ചെയ്ത വണ്ടി ഡെലിവറി ചെയ്യാനായിട്ടുണ്ട്. നല്ല മഴയാണ് കേട്ടോ പുറത്ത്. ഞാൻ റോഡ് സൈഡിലാണ്. അപ്പോൾ ഇന്ന് ശനിയാഴ്ച 30-ാം തീയതി എന്ന് 30-ാം തീയതി ശനിയാഴ്ചയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ആ ഒരു വണ്ടി നമുക്ക് ഡെലിവറി ചെയ്യണം. അതേപോലെ തന്നെ ഗാരേജിലെ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഗാരേജിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ ഗാരേജിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഒരു വണ്ടി മാസ്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ 2K പ്രൈമർ അടിക്കാൻ വേണ്ടി ക്യാപ്സിലെ 2K പ്രൈമർ അടിക്കാൻ വേണ്ടിയിട്ട് ഇട്ടാണ് ഒരു വണ്ടിയാണ്. നമ്മൾ മഴ സീസണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒന്ന് വെയിറ്റ് ചെയ്തേക്കാണ്. അതേപോലെ തന്നെ ഇതാണ് നമുക്ക് ഇന്ന് ഡെലിവറി ചെയ്യേണ്ട വണ്ടി. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ഗ്ലാസിൻ്റെ ഒരു ഇഷ്യൂസ് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു. ഗ്ലാസിൻ്റെ ഒരു ഇഷ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്ലാസ് ലീക്കേജും കാര്യങ്ങളെല്ലാം വരുമ്പോൾ താൽക്കാലികമായിട്ട് സിലിക്കോൺ നിറച്ച് കൊടുക്കും. ഈ ഒരു ഗ്യാപ്പുകളിലൊക്കെ സിലിക്കോൺ നിറച്ച് കൊടുത്തിട്ട് ആ താൽക്കാലികമായിട്ട് ആ ഒരു ലീക്കേജും കാര്യങ്ങളെല്ലാം ഒഴിവാക്കും. ഇതുവഴി എന്ത് ഇഷ്യൂസ് ഉണ്ടാവുമെന്ന് വെച്ചാൽ ഈ ഒരു സിലിക്കോണിൻ്റെ ഇപ്പോൾ ഈ ഗ്ലാസിൻ്റെ അടിവശത്താണ് സിലിക്കോൺ വരുന്നത്, പിന്നെ അതിൻ്റെ മേലിൽ ബീഡിങ്, പിന്നെ അതിൻ്റെ മേലാണ് ഈ സിലിക്കോൺ ഇട്ട് കൊടുക്കുന്നത്. അതുവഴി ആ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ആ ഒരു ഗ്യാപ്പിൽ വെള്ളം ഇറങ്ങി നിന്നിട്ട് ഈ ഒരു ഏരിയ ഫുള്ളായിട്ട് തന്നെ റസ്റ്റ് പിടിച്ച് ഫുള്ളായിട്ട് തന്നെ കംപ്ലൈൻ്റ് ആയി വന്നു കേട്ടോ. ഈ ഒരു ഏരിയയിൽ ഹോൾ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ ഒരു ഏരിയ സൈഡ് വശം റസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഒരു കോർണറിലും റസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ കുറച്ച് ക്ലിയർ ചെയ്തു. ആദ്യം മൊത്തം പ്രൈമറും കാര്യങ്ങളെല്ലാം അടിച്ചു, മറ്റേ പാച്ച് ഉണ്ടായവിടുത്തെ ചെറിയ രീതിയിൽ പാച്ച് ചെയ്തു. അതിനുശേഷം ഈ ഒരു ഫ്രെയിം മാത്രം പെയിൻറ്റ് ചെയ്തു കേട്ടോ. നമ്മൾ ഒരു ഫോർച്യൂണർ ഇവിടെ ഫുൾ പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വൈറ്റ് അടിച്ചിരിക്കുന്നത് ഇത് കൺവേർഷൻ പ്ലസ് പെയിൻറ്റിങ് ആണ് കേട്ടോ. ഇത് ഫ്രണ്ടേജ് നമ്മൾ Type 1 മോഡലായിരുന്നു 2ലേക്ക് കൺവേർട്ട് ചെയ്തു. അതിൻ്റെ പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വണ്ടി ഇറക്കിയിട്ട് ഇതിൻ്റെ പമ്പറും കാര്യങ്ങളെല്ലാം നമുക്ക് കയറ്റണം പെയിൻറ്റിങ് ചെയ്യാനായിട്ട് കേട്ടോ. കുറച്ച് ദിവസമായിട്ട് ഒരു രക്ഷയില്ലാത്ത മഴയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ വർക്കുകളൊക്കെ പെൻഡിങ് വരുന്നുണ്ട്. കാരണം മഴ സമയത്ത് നമുക്ക് പ്രൈമർ കോട്ട് ആപ്ലിക്കേഷൻ നടത്താൻ പറ്റില്ല, 2K പ്രൈമറാണ്. അപ്പോൾ അതങ്ങനെയായിരിക്കും വെള്ളം വീഴാത്ത ഗാരേജ് കൂടുതലാണ്. വെള്ളം വീഴാത്ത ഗാരേജ് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ മോയ്സ്ചർ വന്നിട്ട് ഇതും പിടിച്ചിരിക്കും. നമ്മൾ പുറത്ത് മഴയായാലും മോയ്സ്ചർ ഇതുമ്പോൾ വന്ന് പിടിച്ചിരിക്കാൻ ടെൻഡൻസി കൂടുതലായിരിക്കും. അപ്പോൾ ഈർപ്പം ഉണ്ടെങ്കിൽ പ്രൈമർ അടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് കംപ്ലൈൻറ്റ് വരാൻ ചാൻസസ് കൂടുതലതുകൊണ്ട് നമ്മൾ പ്രൈമർ അടിക്കില്ല, വെയിറ്റ് ചെയ്യും. അതേപോലെ തന്നെ ഫോർച്യൂണർ പുറത്തിറക്കേണ്ട അതിൻ്റെ അലോയിലും പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അലോയിൽ അവിടെ ഇട്ട് തന്നെ നമ്മൾ അഴിച്ചു. ഇനിയിപ്പോൾ അതിൻ്റെ പെയിൻറ്റിങ് കാര്യങ്ങളിലേക്കൊക്കെ പോവാട്ടോ. അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഗ്ലാസ്സൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞു കേട്ടോ. നമ്മൾ താഴത്തേക്ക് ഇറങ്ങി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ടേപ്പുകൾ ഒട്ടിച്ചാണത് കേട്ടോ. കഴിഞ്ഞപ്പോൾ വണ്ടി മൊത്തത്തിൽ ഇപ്പോൾ അവിടെ ടച്ചപ്പ് ചെയ്തതാണ് കാരണം ചെറിയ റഫ്നെസ് ഉണ്ട്. അപ്പോൾ അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തർ. അപ്പോൾ അത് ക്ലീൻ ചെയ്യുക. ഇൻറ്റീരിയറിൻ്റെ സെറ്റ് ചെയ്യാൻ ഏകദേശം കഴിഞ്ഞിരിക്കുന്ന വണ്ടിയാണ്. ഇനിയിപ്പോൾ സ്റ്റീറിംഗ് വീലും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാനുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വാഷിങ്ങിലേക്ക് വണ്ടി കൊണ്ടുപോകാം കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ വേറൊരു ഗ്രില്ലാണ്. ഇപ്പോൾ ആ ഒരു ബ്ലാക്ക് അടിച്ച ഗ്രില്ല് ഫിറ്റ് ചെയ്തു. ഇതിപ്പോൾ കസ്റ്റമർ ഒരെണ്ണം സെപ്പറേറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പെയിൻ്റ് അടിച്ചതാണ്. പിന്നെ സെൻറ്ററിൽ കീയുടെ ഒരു കളറാണ് അടിച്ചാണ് സെൻറ്റർ വശങ്ങളിൽ. ഇവിടെ പിയാനോ ബ്ലാക്ക്, ഇവിടെ പിയാനോ ബ്ലാക്ക്, പിന്നെ ബാക്കിയുള്ള ഏരിയകളിൽ ക്രോം. ആ രീതിയിലാണ് പെയിൻറ്റ് ചെയ്തതാണ് കേട്ടോ. ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് സ്പെയറായിട്ട് കസ്റ്റമർക്ക് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അടിച്ചു കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടി നമ്മുടെ ഫ്രണ്ട് ഇൻറ്റീരിയർ ചെയ്തുകൊണ്ടിരുന്ന വണ്ടി ഇവിടെ ഫുള്ളായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ വാഷിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇതേ ഈ രീതിയിലേക്കാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ രീതിയിലേക്കാണ് ഇൻറ്റീരിയർ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. ഞാൻ വിശദമായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഈ വണ്ടിയുടെ AC ഗ്യാസ് കുറച്ച് കുറവ് ഫീൽ ചെയ്തു. അപ്പോൾ അതൊന്ന് ടോപ്പപ്പ് ചെയ്യാനായിട്ട് കൊണ്ടുപോയിട്ടിരിക്കുകയാണ്. ഫ്രണ്ടേജ് കേട്ടോ ഈ ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. കസ്റ്റമർ പറയുന്നത് അനുസരിച്ചാണ് നമ്മൾ ഈ ഒരു വണ്ടി ഫുള്ളായിട്ട് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തത്. ഇവിടെ നമ്മൾ സ്ലിങ്ക് എന്ന് പറഞ്ഞ മെറ്റീരിയൽ ഇതേപോലെ റാപ്പ് ചെയ്തെടുത്ത് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഇത് ഓൾറെഡി കസ്റ്റമർക്ക് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഈ ഒരു സെയിം കളർ തന്നെ നമ്മൾ വാങ്ങിയിട്ട്
ഡാഷ്ബോർഡ് ഫുള്ളായിട്ട് അടിച്ചു. പിന്നെ ഈ ഒരു സീറ്റിൻ്റെ കളർ, നമ്മുടെ ഈ ഒരു സീറ്റിൻ്റെ കളർ ഫുള്ളായിട്ട് നമ്മൾ ഈ ഡോർ പാഡുമേയും ബാക്കിയുള്ള പാർട്സും എല്ലാം പെയിൻറ്റ് ചെയ്തു. സെൻറ്റർ വശം ഈ ഒരു ഏരിയ നമ്മൾ ഒരു ചെറിയ പിയാനോ ഫിനിഷിംഗ് എന്നുള്ള രീതിയിൽ ഈ ഒരു ഏരിയ കസ്റ്റമർ പറയുന്നതനുസരിച്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഈ സൈഡ് വശങ്ങളെല്ലാം, ബാക്കിൽ വരുന്ന സൈഡ് വശങ്ങളെല്ലാം ഈ ഒരു മെറൂൺ പാറ്റേണിലാണ് ഫുള്ളായിട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡിസൈൻ നോക്കുമ്പോൾ എനിക്ക് നമ്മൾക്ക് ഒരു പണ്ട് ക്ലാസിക്കൽ കാറിൻ്റെ ഒരു ഇതല്ലത്, ഐവറി ആൻഡ് ഒരു മെറൂൺ എന്ന് പറഞ്ഞിട്ടൊരു കോമ്പിനേഷൻ. അപ്പോൾ നമ്മൾ എ സിയുടെ വർക്ക് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. എ സി കൂളിംഗൊക്കെ ആയിട്ടുണ്ട്. 10.5 വരെ ഈ ഒരു നോർമൽ ഇതിൽ വെച്ചിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം നല്ല കൂളിംഗ് ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഓക്കെ, ഇപ്പോൾ ഫിൽറ്ററും നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എ സിയുടെ ഫിൽറ്ററും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എ സിയുടെ ആ ഒരു വർക്ക്, എ സി നമ്മളല്ല വർക്ക് ചെയ്യുന്നത്, നമ്മൾ പുറത്ത് ഇപ്പോൾ കസ്റ്റമർ ഇപ്പോൾ വല്ല ചെയ്യണം, എന്തായാലും ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷിജു എന്ന് പറഞ്ഞ ചേട്ടനോട് നേരത്തെ കാണിച്ച നമ്പർ അപ്പോൾ ആളെ കൊണ്ട് കാണിക്കും. അപ്പോൾ ആളത് ക്ലിയർ ചെയ്ത് തരും. അപ്പോൾ അങ്ങനെ ഈ ഒരു വണ്ടി വർക്കും കാര്യങ്ങളെല്ലാം ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഗാരേജിക്ക് ഇപ്പോൾ ഒരു വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. വണ്ടി കോഴിക്കോട് നിന്ന് കണ്ട് വന്നേ തോന്നുന്നുണ്ട്. അപ്പോൾ വണ്ടി 2006 വണ്ടിയായിരുന്നു. അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് വേണ്ടിയിട്ട് വന്നതാണ്. നമ്മൾ ഫുൾ പെയിൻറ്റിങ് ചെയ്യണം, സീറ്റ് വർക്ക് ചെയ്യണം, പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് സെറ്റ് ചെയ്യണം, അങ്ങനെയുള്ള എല്ലാ പണികളും ഏകദേശം ഒരു 2 ലക്ഷത്തിൻ്റെ അടുത്ത് വർക്ക് ഉണ്ടാകുന്ന രീതിയിലുള്ള പണിക്ക് വേണ്ടി വന്ന ഒരു വണ്ടിയായിരുന്നു. പക്ഷേ ആ വണ്ടി ഞങ്ങൾ തിരിച്ചു കൊണ്ടുപോകാൻ പറഞ്ഞു. വേറെ ഒന്നുമല്ല, ആ വണ്ടിയുടെ പ്ലാറ്റ്ഫോം കാര്യങ്ങളെല്ലാം നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ പ്ലാറ്റ്ഫോമിൻ്റെ അടിവശത്ത് നിന്ന് മാസ്കിൻ ടേപ്പ് ലെയറായി ഒട്ടിച്ചതിന് ശേഷം ഈ മാസ്കിൻ ടേപ്പിൻ്റെ മുകളിൽ കൂടെ ഇവർ പുട്ടി അടിച്ച്, അതായത് പ്ലാറ്റ്ഫോം ഫുള്ളും പാച്ചാണ്. അപ്പോൾ ഈ പാച്ച് കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മറ്റേ ചാണാനൊക്കെ മെഴുകില്ലേ, ആ ചാണാൻ മെഴുകണ മാതിരി മൊത്തം പുട്ടിയിട്ട് അഡ്ജസ്റ്റ്മെൻറ്റിൽ വെച്ചാണ്. അതേപോലെ തന്നെ വണ്ടിയുടെ എൻജിൻ നോയ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കിലോമീറ്റർ റീഡിങ് കാണിച്ചാൽ 2 ലക്ഷത്തി സംതിങ് കിലോമീറ്റർ റീഡിങ് കാണിച്ചിട്ടുള്ളൂ. പക്ഷേ ഒരു ഇന്നോവയ്ക്ക് എൻജിൻ നോയ്സ് അല്ലെങ്കിൽ എൻജിൻ കംപ്ലയിൻറ്റ് കാര്യങ്ങളൊക്കെ വരണമെങ്കിൽ എങ്ങനെ വന്നാലും ഒരുപാട് എങ്ങനെ വന്നാലും ഒരു 4 ലക്ഷത്തിന് മേലെ കിലോമീറ്റർ ഓടിയിരിക്കണം. അപ്പോൾ അത് തെറ്റി കാണിച്ചിട്ടുണ്ട്. അതേപോലെ റണ്ണിങ് ബോർഡുമേ 2 സൈഡ് റണ്ണിങ് ബോർഡുമേ പാച്ച് വർക്ക് ഉണ്ടായിരുന്നു. ആ പാച്ച് വർക്ക് കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഫൈബറിൻ്റെ സ്കർട്ട് സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചിട്ട് അതിനൊരു മറയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഉള്ളൊരു വണ്ടി. അപ്പോൾ ആ വണ്ടി നമ്മൾ നോക്കിയപ്പോൾ തന്നെ കസ്റ്റമർ പറയുന്നത് റിട്ടേൺ നിങ്ങൾ കൊണ്ടുപോകുള്ളൂ. 2 മാസമായിട്ടുള്ള കസ്റ്റമർ ഈ ഒരു വണ്ടി വാങ്ങിയിട്ട്. അപ്പോൾ കസ്റ്റമർ വണ്ടി വാങ്ങുമ്പോൾ എത്ര ആഗ്രഹിച്ചിട്ടൊക്കെ ആയിരിക്കും വണ്ടി വാങ്ങണത്. ആ വണ്ടി ഇങ്ങനെയൊക്കെ ആക്കി ഓരോരുത്തർ സെയിൽ ചെയ്യണവരോട് ഞാൻ പറയുകയാണ്. കാരണം അത് ഭയങ്കര ഒരു മോശമാണ്. കാരണം അവൻ്റെ ഒരു അധ്വാനത്തിൻ്റെ പൈസ വെറുതെ ഇതായി പോവാണ്. കാരണം ആ വണ്ടി ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞത് ഒന്നുമില്ലെങ്കിൽ വാങ്ങിയവർക്ക് തിരിച്ചു കൊടുക്കാം, പിന്നെ വേറെ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കംപ്ലയിൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇവരും ചീറ്റ് ചെയ്ത മാതിരി ആവില്ലേ. അപ്പോൾ നമ്മൾ തിരിച്ചു വിട്ടു. ഇത്രത്തോളം എമൗണ്ടിൻ്റെ വർക്ക് ഉണ്ടായിട്ട് പോലും നമ്മളത് തിരിച്ചു വിട്ടു. കാരണം അത് കസ്റ്റമറോട് ഞങ്ങൾ ഓപ്പണായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ. ഓക്കെ, നമ്മുടെ ഗാരേജിക്ക് വരുന്ന വാഹനങ്ങളിൽ മിക്ക വാഹനങ്ങളും റെസ്റ്റിൻ്റെ ഇഷ്യൂസ് വരാനുള്ള കാരണം നോക്കിയപ്പോൾ വരുന്ന സംഭവം എന്ന് പറഞ്ഞാൽ അണ്ടർ ബോഡി വാഷിങ് പ്രോപ്പറായിട്ട് ചെയ്യില്ല. ഈ മഴക്കാലത്തൊക്കെ വണ്ടി ഓടി അവിടെ പലതരം ടെറൈനിൽ കൂടെയാണ് വാഹനങ്ങൾ ഓടുന്നത്. അതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള സാധനങ്ങൾ അണ്ടർ ബോഡിയിൽ പിടിച്ചിരിക്കാം, മണ്ണ് പിടിച്ചിരിക്കും. അപ്പോൾ വീണ്ടും മഴ പെയ്യുമെന്നുണ്ടെങ്കിൽ മണ്ണിൽ വെള്ളം ഈർപ്പം ഇരുന്നിട്ട് അങ്ങനെ ബോഡിയുമ്പോൾ റെസ്റ്റ് ഇഷ്യൂസ് കാര്യങ്ങളെല്ലാം വരും. പിന്നെ ഉള്ളൊരു കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മരത്തിൻ്റെയൊക്കെ ചുവട്ടിൽ വാഹനങ്ങൾ കൊണ്ടിടും.
മിക്ക ആൾക്കാരും ചെയ്യുന്ന ഒരു ഇതാണ്. മഴ സീസൺ ആകുമ്പോൾ ചെറിയൊരു ഇതിന് വേണ്ടിയിട്ട് മരത്തിൻ്റെയൊക്കെ ചുവട്ടിൽ വാഹനങ്ങൾ കൊണ്ടുവിടും. ഒരിക്കലും അങ്ങനെ ചെയ്യാണ്ടിരിക്കുക. കാരണം ഈ മരത്തുമ്മേന്ന് വരുന്ന പൂപ്പലായി ഈ ഒരു വെതർ സ്ട്രിപ്പ് വഴി, നമ്മുടെ ഈ ഒരു സൈഡ് ബീഡിങ്ങിൻ്റെ വെതർ സ്ട്രിപ്പ് വഴി നേരെ നമ്മുടെ ഡോറിൻ്റെ താഴ്വശങ്ങളിലേക്ക് പോവും, വൈപ്പറിൻ്റെ ആ ഏരിയയിലേക്ക് പോവും, അതേപോലെ ഡിക്കിയുടെ ആ ഒരു ഏരിയയിലേക്കൊക്കെ പോവും. ഇതുവഴി ഇതിനൊരു പൂപ്പലായാണ്. ഇതൊരു എന്നിട്ട് പറയുക ഇത്രയും മണ്ണുമാതിരി ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡോറിൻ്റെയൊക്കെ താഴ്വശങ്ങളിൽ വെള്ളം പോകാനുള്ള ഹോളുകളുണ്ട്, വെള്ളം ഡ്രെയിനായി പോകാനുള്ള ഹോളുകളുണ്ട്. ഈ ഹോളുകളെ കടഞ്ഞു പോയും അതുവഴി വെള്ളം കെട്ടി നിൽക്കാനുള്ള ടെൻഡൻസി വരികയും ഈർപ്പം എല്ലാ സമയങ്ങളിലും ഈ ഡോറിൻ്റെ അടിവശങ്ങളിൽ ഈർപ്പം നിൽക്കുകയും ഡോറിൻ്റെ അടിവശങ്ങളിൽ റെസ്റ്റ് വരാനുള്ള ടെൻഡൻസി കൂടുതലായിട്ടും വരുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിലുള്ള മഴ പെയ്യുന്ന സമയത്ത് നമ്മുടെ മരത്തിൻ്റെയൊക്കെ ചുവട്ടിൽ വാഹനങ്ങൾ കൊണ്ടിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് മാറ്റിയിടാനായിട്ട് ശ്രദ്ധിച്ചേക്കിട്ടോ. മഴ ഫുള്ള് നോർമൽ വാട്ടർ കൊള്ളനേക്കാളും കംപ്ലൈൻ്റ് ആണ് മരത്തിൻ്റെ പൂപ്പലയും കാര്യങ്ങളെല്ലാം വണ്ടിയുമ്പോൾ വീണിട്ടുള്ള കംപ്ലൈൻറ്റുകൾ. അത് പെയിൻറ്റിനടക്കം കംപ്ലൈൻറ്റുകൾ വരാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ. ഓക്കെ, ഫോർച്യൂണറിൻ്റെ അറിവിൽ പ്രൈമറി ആപ്ലിക്കേഷൻ കാര്യമെല്ലാം കഴിഞ്ഞു. അതേപോലെ തന്നെ കാലത്ത് നമ്മൾ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്ന ആ വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ പ്രൈമർ കോട്ട് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കേട്ടോ. അടിച്ചിരിക്കുന്നത് 2K പ്രൈമറാണ് ക്യാപ്സിയുടെ. അറിവിൽ ഇങ്ങനെ പ്രൈമറൊക്കെ അടിച്ച് വെച്ചാണ്. ഇനിയിപ്പോൾ വന്നിട്ട് തിങ്കളാഴ്ച വന്നിട്ട് ഇതിൻ്റെ പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പോൾ അത്രയ്ക്കുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഗാരേജിൽ ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു, അതേപോലെ ഒരു വണ്ടി ഡെലിവറി ചെയ്യുന്ന ഒരു വീഡിയോ ഒക്കെ ആയിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. എല്ലാവർക്കും ബൈ. ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തുള്ളവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യട്ടോ.